ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ഇതുവരെ കബാബ് കഴിച്ചിട്ടില്ലേ? നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലേ? എങ്കിൽ ഈ സിമ്പിൾ ആയിട്ടുള്ള ടർക്കിഷ് ബീഫ് കബാബ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞതും 2 വെളുത്തുള്ളി അല്ലിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എരിവുള്ള ഒരു പച്ചമുളകും കുറച്ച് പുതിന ഇലയും കൂടി ഇട്ട് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഉള്ളി നമ്മൾ ഇട്ടതിനാൽ ഇതിന് വെള്ളത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും. അതുകൊണ്ട് നമുക്കിത് ഒരു അരിപ്പയിലൂടെ ഇതുപോലെ ഒന്ന് സ്ക്യൂസ് ചെയ്ത് എടുക്കാം. ഇതിലെ വെള്ളത്തിൻ്റെ അംശം ഫുൾ മാറ്റണം, അല്ലെങ്കിൽ നമുക്ക് കബാബ് കുഴച്ചെടുക്കാനായിട്ട് പാടാണ്. അങ്ങനെ അരച്ച മിക്സ് ഫുള്ള് ഇതുപോലെ വെള്ളം കളഞ്ഞ് എടുക്കുക. മിക്സിയിൽ അരച്ച പേസ്റ്റിൻ്റെ വെള്ളം ഫുൾ കളഞ്ഞ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യം ബീഫാണ്. ഇവിടെ ഞാൻ 300 ഗ്രാം ബീഫ് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് അരച്ചു വെച്ച ഉള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. മസാലകളൊക്കെ ബീഫിൽ നന്നായിട്ട് പിടിക്കത്തക്കവണ്ണം നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക. ഇനിയും 1 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ബാംബൂ സ്ക്വയറിൽ പ്രസ് ചെയ്ത് എടുക്കാം. ഇതില്ലാത്തവർക്ക് ഫ്രൈങ് പാനിൽ പരത്തി അത് കട്ട് ചെയ്ത് എടുത്താൽ മതിയാകും. ഇപ്പോൾ കബാബ് എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈങ് പാനിൽ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു പാനിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാം. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കബാബ് സ്റ്റിക്കുകൾ ഇതിൽ വെക്കാം. ചെറിയ തീയിൽ വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു സൈഡ് മൂത്ത് വരുമ്പോൾ അത് നമുക്ക് മറിച്ചിട്ട് കൊടുത്ത് എടുക്കാം. അങ്ങനെ ബാച്ചസ് ആയിട്ട് എല്ലാ സ്റ്റിക്കുകളും കബാബ് സ്റ്റിക്കുകളും റെഡിയാക്കി എടുക്കാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ടർക്കിഷ് ബീഫ് കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.